അത് എന്റെ പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്, പല ഇന്റർവ്യൂവിലും ചോദിച്ചിട്ടുണ്ട്. നമ്മളെ ലൊക്കേഷനിൽ ഇപ്പൊ തന്നെ അറിയാലോ അത് അതില് നമ്മുടെ സീരിയൽ ഇൻഡസ്ട്രിയിൽ എന്തെങ്കിലും മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എനിക്കിതുവരെ അങ്ങനെ മോശം അനുഭവങ്ങൾ. ഇപ്പൊ പണ്ടൊക്കെ അഭിനയിക്കുന്ന സമയത്ത്, ഞാൻ വന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടായ കാര്യം എന്ന് വെച്ചാൽ, ഞാനും അമ്മയായിരുന്നു പൊക്കോണ്ടിരുന്നത്. നമ്മൾ ഫസ്റ്റ് കയറിയ സമയമാണല്ലോ. ആദ്യം കയറിയ സമയത്തൊക്കെ അച്ഛൻ കാറിൽ കൊണ്ടാക്കും, പിന്നെ പിന്നെ അച്ഛനെ വിളിച്ചുകൊണ്ട് വരാനും കൊണ്ടാക്കാനും ബുദ്ധിമുട്ടായിരുന്നു. ട്രിവാൻഡ്രത്ത് നിന്ന് അങ്ങ് പോകണമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ബസ്സിലാണ് പൊക്കോണ്ടിരിക്കുന്നത്, KSRTC ബസ്സിൽ, ഞാനും അമ്മയൊക്കെ ആയിട്ട്. പക്ഷെ ഇവർ ഞങ്ങളെ ലേറ്റ് ആയിട്ടാണ് വിടുന്നത്. ഞങ്ങളൊന്ന് കൊണ്ടാക്കിയോ, ഞങ്ങൾക്ക് ടീ തരയോ, ഞങ്ങളെ വഴിയിലിറക്കി അങ്ങ് വണ്ടിയിൽ ഇറക്കി വിടും. ഞങ്ങൾക്ക് പാതിരാത്രി 11, 12 എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ആ കാര്യങ്ങളൊക്കെ. ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോഴൊക്കെ എനിക്കൊരു വാശിയുണ്ടായിരുന്നു, എവിടെയെങ്കിലും എത്തണം, സ്വന്തമായിട്ടൊരു കാർ മേടിക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. ഇപ്പൊ ഹാപ്പിയാണ്. അതൊക്കെ എപ്പോഴായിരുന്നു അനു ഇതൊക്കെ? ഈ ഒരു ഫീൽഡിൽ കയറി എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാനൊരു സീരിയൽ ചെയ്യുന്ന സമയത്തായിരുന്നു. ആ സീരിയലിന്റെ പേരൊന്നും പറയുന്നില്ല. സമയത്ത് പേയ്മെന്റ് ഇഷ്ടം കൊണ്ട് പോകുന്നതാണ്, ഭാഗ്യം കൊണ്ടാണ് വിളിക്കുന്നത്. പക്ഷെ ചെയ്യുന്നെന്ന് വെച്ചാലേ, നമ്മളെ ഒരു 10, 11 മണിക്ക് ഈ പേരൂർക്കട, തമ്പാനൂര്, നമ്മൾ പേരൂർക്കട ഇറക്കി. അപ്പൊ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകുന്ന, ഞങ്ങൾ ഇവിടെ ആര്യനാടായിരുന്നു, അവിടെ നിന്ന് 30 കിലോമീറ്ററാ. അപ്പം അവിടെ നിന്ന് അപ്പൊ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല, അമ്മ ഭയങ്കര പാവമാണ്. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഭയങ്കര കോൺഫിഡൻസ്. നമ്മുടെ അടുത്തൊക്കെ മോശമായിട്ട് ആരെങ്കിലും ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ അമ്മയ്ക്ക് തിരിച്ചു കൊടുക്കാനൊക്കെ അറിയാം. അങ്ങനെ ഒരു കോൺഫിഡൻസും കാര്യങ്ങളും അമ്മ എനിക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങളെ ഒരു 11, 12 മണിക്കൊക്കെ ഷൂട്ട് കഴിഞ്ഞാലും വിടത്തില്ല, പിടിച്ചിരുത്തിക്കും. കാരണം ഒരു വണ്ടിയേ ഉള്ളൂ. നഷ്ടമല്ലേ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഓടാനായിട്ട്. നമ്മളിപ്പോ വന്ന ആർട്ടിസ്റ്റ് അല്ലേ, സീനിയർ ആർട്ടിസ്റ്റ് അല്ലല്ലോ. അപ്പൊ നമ്മളൊക്കെ ആ സമയത്ത് വന്ന ടൈമിൽ നമ്മളെ 11 മണി, നമുക്ക് ഇത്രയും ദൂരം പോകണമെന്ന് പറഞ്ഞപ്പോലും 11 മണിക്കും 12 മണിക്കും, അതോടുകൂടി ഞാൻ സീരിയൽ നിർത്തി. അത് ആ സമയത്ത് മാത്രമല്ലേ, ഇപ്പോഴും ഉണ്ട്. ഉണ്ടോ? പിന്നെ എപ്പോഴും 11, 12 മണിക്കൊക്കെ പിടിച്ചിരുത്തിക്ക്. എന്തിനാണ് പെൺകുട്ടികളെയൊക്കെ അവരെ പാരന്റ്സിനെ പിടിച്ചിരുത്തിക്കുന്നത്? ഇപ്പോഴും ഉണ്ട് കേട്ടോ. അതിപ്പോ സ്റ്റാർ വാല്യൂ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ സ്റ്റാർ വാല്യൂ ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഉറപ്പായിട്ടും. ഇപ്പൊ ഈ പറയുന്ന പോലെ നമ്മള് കുറച്ച് അറിയപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ അവര് പ്രതികരിക്കുമല്ലോ. ഇപ്പൊ ഈ ആദ്യമായിട്ട് വരുന്ന കുട്ടികൾ പ്രതികരിക്കാൻ നിൽക്കില്ല. ഇപ്പൊ വരുന്ന കുട്ടികൾക്ക് എന്താ പേടിയെന്ന് അറിയാമോ? ഈ പേടി തന്നെ, ഇപ്പൊ ഉള്ള കുട്ടികൾക്കുള്ള പേടിയായിരുന്നു എനിക്കും. പറഞ്ഞു വിടുവോ, ഇനി കട്ട് ചെയ്ത് കളയോ, കൊന്നു കളയോ, ഇങ്ങനെയുള്ള കുറെ പേടികളുണ്ട് കുട്ടികൾക്കൊക്കെ. അഭിനയിക്കുള്ള ആഗ്രഹം കൊണ്ട് വരുന്ന പെൺകുട്ടികളാണ്, ആൺകുട്ടികളുമാണ്. കുട്ടികളുടെ മാത്രമല്ല, ഇനിയിപ്പോ അമ്മ ക്യാരക്ടർ ആണെങ്കിലും ഇനി എന്ത് ക്യാരക്ടർ ആണെങ്കിലും. അപ്പൊ ഇവർക്കൊക്കെ ഒരു സീനായിരിക്കും ചെയ്യാൻ വേണ്ടി വരുന്നത്. ഇവർക്ക് തമ്പാനൂരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബസ് സ്റ്റാൻഡിലോ ബസ് സ്റ്റോപ്പിലോ ഇറക്കി വിടണമെങ്കിൽ 11, 12 മണിക്കൊക്കെ പിടിച്ചിരുത്തിയിരിക്കും. ഇവർക്കൊക്കെ എന്ത് ദൂരം പോവേണ്ടവരാ. നാളെ സമയത്ത് ആ കുട്ടികൾക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതൊന്നും ഇങ്ങനത്തെ ഈ പ്രൊഡക്ഷന്റെ സൈഡിൽ പ്രതികരിക്കുന്നില്ല. ഞാൻ പ്രതികരിക്കും. എനിക്ക് വണ്ടി വിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയും നാളെ ഞാൻ വരത്തില്ല എന്ന് പറയും. പക്ഷെ ഇപ്പൊ ആരും അങ്ങനെ ചെയ്യത്തില്ല, എന്റെ അടുത്ത് ചെയ്യത്തില്ല. ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഈ പറയുന്ന ഇപ്പൊ ഹേമ കമ്മീഷനിലാണേലും ഇങ്ങനത്തെ കുറെ ഇഷ്യൂസ് ആണ്, നമുക്ക് അത് കിട്ടുന്നില്ല, ഇതൊക്കെ തന്നെയാണല്ലോ. പറയില്ല, കാരണം അവർക്ക് ജീവിക്കാൻ വേണ്ടിട്ട് ആരും ഒന്നും പറയില്ല. പക്ഷെ ഇപ്പൊ അനു പറഞ്ഞ പോലെ നമ്മൾ അങ്ങനെ പറയാതിരിക്കണോ വേണ്ടത്? നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ ഞാൻ അങ്ങനെ പറയുള്ളൂ. നമ്മുടെ ആര് മോശമായിട്ട് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും നമ്മൾ പ്രതികരിക്കണം. നമ്മൾ ആരും ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അതെ, അങ്ങനെ ആകല്ലേ തന്നെ. അനു പറഞ്ഞ പോലെ ഇങ്ങനെ വിഷമിച്ചിരിക്കോ നമ്മൾ, എന്താ പറയാ, കരയുന്നവർ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, ഒരിക്കലും ഇങ്ങനെ ഇരിക്കരുത്, പറയണം. എനിക്ക് വണ്ടി ഇട്ട് തരാൻ പറ, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ചെയ്തു തരാൻ പറ, പറ്റത്തില്ല എന്ന് പറ. വേറെ മോശമൊന്നുമല്ല, ഈ വണ്ടിയിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ തുടക്കക്കാരിയാന്നുള്ള രീതിയിൽ ഇപ്പൊ അനു തന്നെ ഫേസ് ചെയ്ത് പോയിട്ടുണ്ട്. ഒരുപാട് സമയത്ത് ഇത്രയും ബോൾഡ് ആയിട്ടുള്ള അനു പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അല്ലേ? അന്ന് ഞാൻ പമ്മിയായിരുന്നു. ഈ ഒരു ഫീൽഡ് വന്ന് ഞാൻ കാരണം അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ, ഞാൻ കാരണം അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവോ, ഞാൻ കാരണം എന്നെ വിളിക്കാതെ വരുമോ, എന്നെ കൊന്നു കളയോ എന്നുള്ള സീരിയലിനകത്ത് ക്യാരക്ടർ കൊന്നു കളയോ, അങ്ങനെ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇടയിൽ റിലേറ്റീവ്സിന്റെ ഇടയിലൊക്കെ നമ്മളുടെ ക്യാരക്ടറൊക്കെ ഭയങ്കര ബൂസ്റ്റപ്പ് ചെയ്ത് എല്ലാം ഫേമസ് ആയിട്ടൊക്കെ ഇരിക്കുന്നില്ല. നമ്മൾ എല്ലാവരുടെ ഇടയിൽ കണ്ടോ ഈ ക്യാരക്ടർ ചെയ്യുന്നത്. പെട്ടെന്നൊരു സമയത്ത് എന്റെ ക്യാരക്ടർ കട്ട് ചെയ്ത് കളയുമ്പോൾ നമ്മൾ അവരുടെ മുന്നിൽ നാണം കെടുക. മനസ്സിലായില്ലേ? അതുകൊണ്ട് എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോകും. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവരുതെന്ന് ഇപ്പൊ അനുവിന് മനസ്സിലായി. എനിക്ക് മനസ്സിലായി. പക്ഷെ നമ്മൾ അങ്ങനെ നിൽക്കേണ്ട ആവശ്യം, നമുക്ക് ഇതല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ജോലി നമ്മൾ പോണം. അതെ,
പക്ഷെ അത് ഇപ്പൊ പറഞ്ഞതല്ലാതെ ഈ വരുന്ന ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇതൊരു പാഷനായിട്ട് കൊണ്ടുവരുന്ന ആൾക്കാരാണ് ചേച്ചി. അപ്പൊ അതിന്റെ ഒരു ഇതിലാണ് അവർക്ക് പൈസയോ അല്ലെങ്കിൽ ഒരുപാട് കുട്ടികൾക്ക് അതൊന്നും ഒരു അഭിനയം എന്ന് പ്രശ്നം പറയുന്നത് കാണില്ല. ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞിലെ ഇപ്പൊ എനിക്ക് കുഞ്ഞിലുള്ള ഒരു ആഗ്രഹമായിരുന്നു എനിക്ക് അഭിനയിക്കാൻ. എനിക്ക് ഈ ഒരു ഫീൽഡിൽ വരാൻ പറ്റുമെന്ന് പോലും ഞാൻ എന്റെ ലൈഫിൽ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് കിട്ടുന്ന വിചാരിച്ച കാര്യമേ അല്ല. അപ്പോ എന്തോ ഒരു ഭാഗ്യം. എനിക്ക് തോന്നുന്നു നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുമ്പോഴാണ് കുറച്ചെങ്കിലും കിട്ടുന്നെന്ന് പറയാറുണ്ട്. അപ്പം അങ്ങനെ കിട്ടിയതായിരിക്കും എനിക്കിത്. അപ്പൊ നമ്മളത് ഇപ്പൊ ഞാൻ കുറെ കാര്യങ്ങൾ പഠിച്ചെന്ന് വെച്ചാല് നമ്മുടെ ഞാൻ പറയാം സ്റ്റാർ മാജിക്കില് അവരെല്ലാം നമുക്ക് ചെയ്തു തരും കേട്ടോ. അങ്ങനെ ഈ സമയത്ത് വിടാൻ പറഞ്ഞത് വിടും. ചേട്ടാ എനിക്ക് ഇത്ര മണിക്ക് പോണം, ആ പൊക്കോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ വിടും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത്. നമ്മളൊരു എല്ലാരും അങ്ങനെയാണെന്നല്ല, എല്ലാരും അങ്ങനെയല്ല കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ എല്ലാരും അതിനകത്ത് ഒരു ചില percentage of ആൾക്കാർ ആൾക്കാർ ആയിരിക്കും. അങ്ങനെയുണ്ട്. അതെല്ലായിടത്തും നല്ലതും ചീത്തയും ഉണ്ടല്ലോ. അതെ. ഇപ്പൊ ഈ പറയുന്ന പോലെ പെൺകുട്ടികൾക്ക് ഇങ്ങനെ ധാരാളം ഒരുപാട് പെൺകുട്ടികൾക്ക് ഉണ്ടാവും അനുഭവം പറയാൻ. പക്ഷെ അതേപോലെ തന്നെ നിങ്ങൾ ആൺകുട്ടികളും ഇത്തരത്തിലുള്ള ഇങ്ങനെ അവോയ്ഡ് ചെയ്യുക, നിഗ്ലക്ട് ചെയ്യുക, നിങ്ങൾ തള്ളി മാറ്റുക, തീർച്ചയായിട്ടും ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ജീവൻ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഞാൻ തുടങ്ങിയ സമയത്തല്ല, അത് മാത്രമല്ല ഞാനൊരു ജിംബൂമ്പ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്ത് കഴിഞ്ഞ സമയത്ത് അപ്പൊ അത്യാവശ്യം ആൾക്കാർക്കൊക്കെ എന്നെ അറിയാം. അത് കഴിഞ്ഞിട്ട് ഒരു സീരിയൽ എന്നെ ഇങ്ങനെ വിളിക്കുന്നു. അപ്പൊ വിളിച്ച് അങ്ങനെ ഞാൻ ചെന്ന് കഴിഞ്ഞ അവിടെ ചെന്നപ്പോഴത്തേക്ക് എന്താന്നറിയത്തില്ല, അവർക്ക് എന്നെ വേണ്ട. പക്ഷെ അത് അവർക്ക് ഒന്ന് തുറന്നു പറയാനും എന്റെ അടുത്തൊരു പറ്റുന്നില്ല, നേരിട്ട് വന്ന് പറയാനൊരു മടി. അപ്പൊ കൺട്രോളറിന്റെ അടുത്തപ്പോ ഞാനിങ്ങനെ നോക്കുമ്പോ അവരിങ്ങനെ അവിടെ ഇവിടെയൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെ ഇതിപ്പോ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്, ഈ സംസാരിക്കുന്നുണ്ട് അങ്ങനെ ഇത് ശരിയാവും തോന്നുന്നില്ല, ക്യാരക്ടറിന് ശരിയാവും തോന്നുന്നില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പൊ അവര് കൺട്രോളറിന്റെ അടുത്ത് വന്ന് പറയാണ്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും. ഈ ഒരു ക്യാരക്ടറിന് വേണ്ടി നമ്മൾ ഡ്രസ്സ് കുറെ പർച്ചേസ് ചെയ്യും. തീർച്ചയായിട്ടും നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് നമ്മുടെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒരു ഫേമസ് സീരിയലിന് വേണ്ടിയിട്ട് എന്നെ ടൈറ്റിൽ ക്യാരക്ടറിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് പ്രശ്നം ഹൈറ്റ് ആണ്. അപ്പൊ അവിടെ ലൊക്കേഷനിൽ എത്തി ഞാൻ മേക്കപ്പ് ചെയ്ത് ഡ്രസ്സെല്ലാം കോസ്റ്റ്യൂം എല്ലാം ചേഞ്ച് ചെയ്ത് അവിടെ വന്നതിന് ശേഷമാണ് ഇവർ ഈ ഹൈറ്റിന്റെ കാര്യം പ്രശ്നമായിട്ട് വരുന്നത്. അപ്പൊ അവിടെ വെച്ച് ഇത് കണക്കൊരു സംസാരം ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അവര് പറയുന്ന ഒരു 10 എപ്പിസോഡ് നമുക്ക് എടുത്ത് ചാനലിൽ കൊടുത്തു നോക്കിയിട്ട് അവരെന്താ പറയണത് നോക്കാന്ന് പറഞ്ഞിട്ട് ഇവര് കൊടുത്തു കഴിഞ്ഞപ്പോ അന്ന് ചാനലിന്റെ ഹെഡ് ആയിട്ടിരുന്നത് ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ സാർ പറഞ്ഞ അവരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ അവന്റെ ഹൈറ്റ് ഒന്നും നോക്കണ്ട, അവൻ ചെയ്ത് വെച്ചിരിക്കുന്നത് വെച്ചിട്ട് പെർഫോമൻസ് വെച്ചിട്ട് നിങ്ങൾ അവന്റെ കാര്യം നോക്കിയാൽ മതി.